ചിന്ന ചിന്നാസി മൂവിയിൽ വാരണാസി ഒരു ലൊക്കേഷൻ മാത്രമല്ല, അതൊരു മനോഭാവമാണ്. ഈ ജീവിതത്തിൻ്റെ തിരക്കിൽ വഴിതെറ്റിപ്പോയ രണ്ട് മനുഷ്യരെ പതുക്കെ ഒരുമിച്ച് നടത്തിക്കുന്ന ഒരു നിശബ്ദ സാന്നിധ്യം പോലെയാണിത്. ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം ബാലൻ മാഷ് തൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുമായിട്ടാണ് നടക്കുന്നത്. ഈ മധുബാലയുടെ ലീല എന്ന സ്ത്രീ കഥാപാത്രം സ്വന്തം ഏകാന്തതയുടെ നിഴലുകളുമായാണ് സഞ്ചരിക്കുന്നത്. അവർ തമ്മിൽ പ്രണയമൊന്നുമില്ല, വലിയ വാഗ്ദാനങ്ങളുമില്ല. എന്നാൽ അതിലും വലിയ ഒരു മനുഷ്യബന്ധമുണ്ടെന്നുള്ളത് സിനിമ നമുക്ക് കാണുമ്പോൾ വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. ഇവർ പരസ്പരം ഒരാളുടെ മുറിവുകൾ മറ്റൊരാൾ ചികിത്സിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ വെറും സാന്നിധ്യങ്ങളാവുന്നു. ചിലപ്പോൾ ഒരു ചിരി, അല്ലെങ്കിൽ ഒരു ചെറിയ നുണ, സാരി വാങ്ങിക്കൊടുക്കാനുള്ള ആഗ്രഹം, മുടിയിൽ പൂവ് ചൂർത്താനുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ ഒരു മട്ടൻ ബിരിയാണി കഴിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും ആഴമുള്ള ബന്ധങ്ങൾ ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് സിനിമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ദ്രൻസും മധുബാലയും സ്ക്രീനിൽ നിൽക്കുന്ന നിമിഷങ്ങളിൽ ക്യാമറ കാണിക്കുന്നത് മുഖങ്ങളെയല്ല, മനസ്സുകളെയാണ്. അത്ര നാച്ചുറലാണ് അവരുടെ പ്രകടനം. അതുപോലെ തന്നെ സിനിമയിൽ ആരും നായകനാകാൻ ശ്രമിക്കുന്നില്ല. എല്ലാവരും ജീവിതം എന്ന വലിയ യാത്രയിൽ ചെറിയ യാത്രക്കാരാണ് എന്നുള്ളതാണ്. വിഷ്ണു അഗസ്തിയും അപർണയും ഒക്കെ വെറും കടന്നു പോകുന്ന മനുഷ്യരായി നിലകൊള്ളുന്ന കഥാപാത്രങ്ങളായിട്ടുണ്ട് സിനിമയിൽ. സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് വാരണാസിയെ മരണത്തിൻ്റെ നഗരമായി കാണാതെ ഓർമ്മകളുടെ നഗരമായി കാണുന്നതാണ്. ഇവിടെ ആളുകൾ മരിക്കാൻ വരുന്നില്ല, മറക്കാൻ കഴിയാത്തതുമായി ജീവിക്കാൻ പഠിക്കാനാണ് വരുന്നതെന്ന തോന്നൽ ഓരോ ഹട്ടിലും അല്ലെങ്കിൽ ഓരോ പടവിലും ഈ ബോട്ടിലുള്ള സംസാരത്തിലും ഒരു ആത്മാവിൻ്റെ ഭാരം പതുക്കെ ഇറക്കി വെക്കുന്ന പ്രക്രിയയായി മാറുന്ന രീതിയിലാണ് വർഷ ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമ കഴിഞ്ഞാലും ബാലൻ മാഷും ലീലയും വാരണാസിയുടെ ഏതോ ഒരു ഇടവഴിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നത്. ഈ കഥാപാത്രങ്ങളെ വിധിക്കാതെ നിരീക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഡയറക്ടർ വർഷ വാസുദേവ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ വാരണാസിയുടെ ജ്വലിക്കുന്ന ചിതകളും അതുപോലെ തന്നെ ഗംഗയിലൂടെ ഒഴുകുന്ന പ്രാർത്ഥനകളും കഥാപാത്രങ്ങൾക്ക് ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ജീവിതത്തിലെ വൈകിക ഘട്ടത്തിൽ കണ്ടുമുട്ടിയ രണ്ട് മനുഷ്യർ പരസ്പരം ഒരാശ്വാസമായി മാറുന്നു. ആ ബന്ധത്തിന് പേരിടാൻ സിനിമ ശ്രമിക്കുന്നില്ല. കാരണം എല്ലാ ബന്ധങ്ങൾക്കും പ്രണയം എന്ന പേര് വേണ്ടതില്ല. ചിലത് മനസ്സിലാക്കാൻ മാത്രമാണ്. തിയേറ്ററിൽ എത്ര പേര് കയറുമെന്ന് പറയാനാവില്ല. കാരണം ഇത് ആഘോഷിക്കപ്പെടേണ്ട സിനിമയല്ല, അനുഭവിക്കേണ്ട സിനിമയാണ്.